നഴ്സിംഗ് നോട്ട് മലയാളം എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നഴ്സിംഗ് റിസർച്ചിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ്, ക്രൈറ്റീരിയ ഓഫ് ഗുഡ് റിസർച്ച് പ്രോബ്ലം. ഗുഡ് റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, റിലവൻറ്റ് ടു ദ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദി പീപ്പിൾ ആൻഡ് റിലവൻറ്റ് ടു ദ ഗവൺമെൻറ് ട്രസ്റ്റ് ആൻഡ് മെഷറബിൾ ആൻഡ് ടൈം ബൗണ്ട്. റിസർച്ച് പ്രോബ്ലംസിൻ്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, റെലവൻറ്റ് ടു നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് മെഷറബിൾ ആൻഡ് ടൈം ബൗണ്ട് ആയിരിക്കണം. അടുത്തത്, എന്താണ് പൈലറ്റ് സ്റ്റഡി എന്ന് നോക്കാം. Pilot study is the first step of the entire research protocol and is often a smaller sized study assisting in planning and modification of the main study. പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് എൻ്റെ റിസർച്ച് പ്രോട്ടോക്കോളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതൊരു സ്മാളർ സൈസ്ഡ് സ്റ്റഡിയാണ്. ഇത് നമ്മുടെ മെയിൻ സ്റ്റഡിയുടെ പ്ലാനിങ്ങിന് മോഡിഫിക്കേഷന്. അടുത്തത്, എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. എന്താണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ? Experimental design is the process of carrying out research in an objective and controlled fashion so that precision is maximized and a specific conclusion can be drawn regarding a hypothesis statement. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് റിസർച്ചിനെ ക്യാരി ഔട്ട് ചെയ്തു വരുന്ന ഓവറോൾ പ്ലാനിനെയാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ്, ഹ്യൂമൻ റൈറ്റ്സ് ഇൻ നഴ്സിംഗ് റിസർച്ച്. റിസർച്ച് ഗൈഡ് ലൈൻ ഫോർ നഴ്സസ്. ഹ്യൂമൻ റൈറ്റ്സ് ഗൈഡ് ലൈൻ ഫോർ നഴ്സസ് ഇൻ ക്ലിനിക്കൽ ആൻഡ് അതർ റിസർച്ച് 1975-1985 പ്രൊട്ടക്റ്റ് സബ്ജക്റ്റ് ഫ്രം ഹാം, എൻഷുർ പ്രൈവസി, പ്രിസർവ് സബ്ജക്റ്റ് ഡിഗ്നിറ്റി, കീപ് നഴ്സസ് ഫുള്ളി ഇൻഫോംഡ്. ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സബ്ജക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൈവസി എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ ഡിഗ്നിറ്റി പ്രിസർവ് ചെയ്യുക, നഴ്സസ് ഫുള്ളി ഇൻഫോംഡ് ആയിട്ട് ഇരിക്കുക. അടുത്തത്, ടൈപ്പ് ഓഫ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്. റിസർച്ച് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടൈപ്സ് ആണ് നോക്കുന്നത്. ക്വസ്റ്റിനെയേഴ്സ്, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, അർച്ചീവൽ ഡോക്യുമെൻ്റ് ആൻഡ് ഗവൺമെൻറ് സോഴ്സസ്, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്, ക്വാസി എക്സ്പെരിമെൻറ്റ്, സ്കെയിൽസ്. ഒന്നുകൂടി നോക്കാം. ക്വസ്റ്റിനെയർ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, അർച്ചീവൽ ഡോക്യുമെൻ്റ് ആൻഡ് ഗവൺമെൻറ് സോഴ്സസ്, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്, ക്വാസി എക്സ്പെരിമെൻറ്റ്, സ്കെയിൽസ്. അടുത്ത പോയിൻ്റാണ് യൂട്ടിലൈസേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്. റിസർച്ച് യൂട്ടിലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സിന്തസൈസിങ്, disseminating and using research generated knowledge to make an impact on or change in the existing nursing practice. The research utilization process was developed years ago to address the problems of using research finding in practice. യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മൾ കണ്ടക്ട് ചെയ്ത റിസർച്ച്, അതിൻ്റെ റിസൾട്ട് പബ്ലിക്കിലോട്ട് എത്തിക്കുന്നതിനെയാണ് നമ്മൾ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. യൂട്ടിലൈസേഷൻ നമുക്ക് കോമൺലി ഓറലും റിട്ടൺ റിപ്പോർട്ട്സുമായിട്ടുണ്ട്. ഓറലി ആണെങ്കിൽ നമ്മൾ നമ്മുടെ റിസൾട്ട് ഓറലി പ്രസൻറ്റ് ചെയ്യുന്നത്. റിട്ടൺ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ദ തീസിസ് ഓർ ആർട്ടിക്കിൾസ്. യൂട്ടിലൈസേഷൻ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്ങിനുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത പോയിൻ്റ്, പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ. ദ ലിറ്ററേച്ചർ റിവ്യൂ ഈസ് എ ക്രിട്ടിക്കൽ ലുക്ക് അറ്റ് ദ എക്സിസ്റ്റിംഗ് റിസർച്ച് ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ടു വർക്ക് ദാറ്റ് യു ആർ ക്യാരിയിങ് ഔട്ട്. The purposes are to provide background information, to establish importance, to demonstrate familiarity, to crave out the space for further research. പർപ്പസ് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇമ്പോർട്ടൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഫാമിലിയാരിറ്റി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫർദർ റിസർച്ചിന് വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. അടുത്ത പോയിൻ്റ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. It is used to measurement of the sample of subject in an experiment to compare the treatment group and make a generalization about a large population of subject. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ലാർജ് പോപ്പുലേഷനിൽ നിന്നും നമ്മൾ റാൻഡം സാമ്പിളിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ടു മേക്ക് ദ ഡിഡക്ഷൻ അബൌട്ട് ദ ഹോൾ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ടേക്കൺ. നമ്മൾ എടുത്ത സാമ്പിളിൽ നിന്നും ലാർജ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹോൾ പോപ്പുലേഷനെ ഡിഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കമ്പാരിസൺ നോക്കുകയാണ് ചെയ്യുന്നത്.
ലാർജർ പോപ്പുലേഷനും ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പും തമ്മിലുള്ള കമ്പാരിസനാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നോക്കുന്നത്. അടുത്ത പോയിൻ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് അസംഷൻ. ഹൈപ്പോത്തസിസ് ഈസ് വാട്ട് ഈസ് ബീയിങ് ടെസ്റ്റഡ് എക്സ്പ്ലിസിറ്റി ബൈ ആൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് അസംഷൻ ഈസ് ടെസ്റ്റഡ് ഇംപ്ലിസിറ്റി. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പ്ലിസിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അസംഷൻ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അസംഷൻ ആകുമ്പോഴത്തേക്ക് ഇൻഡയറക്റ്റ്ലി ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. Manipulation and control in the true experimental study. Experimental manipulation describe the process by which researcher purposefully change, alter or influence an independent variable, which are also called treatment variables or factors in an experimental research design. എക്സ്പെരിമെൻ്റൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ റിസർച്ചർ പർപ്പസ്ഫുള്ളി ചേഞ്ച് ചെയ്യുകയോ ആൾട്ടർ ചെയ്യുകയോ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് എക്സ്പെരിമെൻ്റൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്നും അറിയപ്പെടും. The true experiment must have a control group, which is a group of research participants that resemble the experimental group but do not reserve the experimental treatment. The control group provides a reliable baseline data to which you can compare the experimental result. ട്രൂ എക്സ്പെരിമെൻറ്റ്സിന് മസ്റ്റായിട്ടൊരു കൺട്രോൾ ഗ്രൂപ്പ് കാണും. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ് കാണും. അവർ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെ ആളുകളായിരിക്കും, പക്ഷേ അവർ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കണമെന്നില്ല. എക്സ്പെരിമെൻ്റൽ റിസൾട്ടിനെ കമ്പയർ ചെയ്തുകൊണ്ട് വരുന്ന റിലയബിൾ ബേസ് ലൈൻ ഡേറ്റ പ്രൊവൈഡ് ചെയ്യാണ് കൺട്രോൾ. അടുത്തത് ഫിനോമിനോളജി ആൻഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. Phenomenology research is a qualitative research approach that seeks to understand and describe the universal essence of phenomenon. ഫിനോമിനോളജി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. ഈ അപ്രോച്ചിലൂടെ നമുക്ക് യൂണിവേഴ്സൽ എസൻസ് ഓഫ് ഫിനോമിനൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും കഴിയും. ഹ്യൂമൻ ബീയിങ്സിൻ്റെ എവറിഡേ എക്സ്പീരിയൻസിലൂടെയാണ് ഈ അപ്രോച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് എ ക്വാളിറ്റേറ്റീവ് ടെക്നിക്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്റ്റഡീസ് ദാറ്റ് മീനിങ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു ഇൻ്റർപ്രറ്റ് ദ ഫാക്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് ഈവൻറ്റ് ആൻഡ് ദെയർ എഫക്റ്റ് ഇൻ ദ പ്രസൻറ്റ് ഈവൻറ്റ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് പാസ്റ്റ് ഈവൻസിൻ്റെ ഒരു മീനിങ് കണ്ടെത്തുന്നതിനെയാണ്. ഇതിലൂടെ നമുക്ക് പാസ്റ്റ് ഈവൻസിൻ്റെ കോസസ് എന്താണെന്നും അതിൻ്റെ ഫാക്റ്റ് എന്താണെന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പ്രസൻറ്റ് ഈവൻറ്റുമായിട്ടുള്ള അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത പോയിൻ്റ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് എ തിങ് ഇൻ വിച്ച് ബീയിങ് മെഷർഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റിലൂടെ മെഷർ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. വൈൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും കഴിയും. എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആർ undesirable വേരിയബിൾ ദാറ്റ് ഇൻഫ്ലുവൻസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ദാറ്റ് ആൻഡ് ദ എക്സ്പെരിമെൻറ്റർ ഈസ് ഒബ്സർവിങ്. എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള വേരിയബിളാണ്. വേരിയബിൾസിൻ്റെ റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇത്രയും പോയിൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.